ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ആക്രമിക്കുന്ന ഒരു ശത്രുവാണ് ഭയം. ഭയത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അനിവാര്യമാണ്. ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ ഭയമാണ്. ചിലപ്പോൾ അധ്യാപകരെയായിരിക്കും അവർ ഭയപ്പെടുന്നത്. ഒരു ജീവനക്കാരന് അയാളുടെ മാനേജറെ ഭയമായിരിക്കും. ചിലപ്പോൾ കമ്പനിയുടെ നയങ്ങളെ, അതുമല്ലെങ്കിൽ തന്നെ സമീപിക്കുന്ന ഉപഭോക്താക്കളെ ആയിരിക്കാം. ഒരു കച്ചവടക്കാരന് പുതിയ കച്ചവടം തുടങ്ങാനും സാഹസിക തീരുമാനങ്ങൾ എടുക്കാനും ഭയപ്പെടുന്നു. ഇങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാൻ മനുഷ്യർക്ക് മുന്നിൽ തടസ്സമായി ഭയം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഭയത്തെ മറികടക്കണം. ഒരിടത്ത് ഭീരുവായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ചുറ്റിലുമുള്ള എന്തിനേയും അയാൾക്ക് ഭയമായിരുന്നു. ആളുകളുടെ മുഖത്ത് നോക്കാൻ, സംസാരിക്കാനുമെല്ലാം അയാൾ ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു സുഹൃത്ത് സെൻ ഗുരുവിനെ പോയി കാണാനും ആയോധന കലയിൽ അഗ്രഗണ്യനായ അദ്ദേഹം താങ്കളുടെ ഭയം മാറ്റിത്തരും എന്ന് പറഞ്ഞു. സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അയാൾ സെൻ ഗുരുവിന്റെ അടുത്തെത്തി തന്റെ പ്രശ്നം തുറന്നു പറഞ്ഞ ശേഷം ഭയം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരുവിനോട് ചോദിച്ചു. ഭയം മാറ്റിത്തരാമെന്ന് ഉറപ്പുകൊടുത്ത ഗുരു അയാളോട് അടുത്തുള്ള പട്ടണത്തിൽ പോകാനും അവിടെ കാണുന്ന 20 പേരോട് താൻ ഭീരുവാണ് എന്ന് പറയാനും ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അയാളെ കുഴക്കി. എന്നാൽ ഗുരു പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ച് അദ്ദേഹം ഭീരുവാണെന്ന് പറയാൻ പട്ടണത്തിലെത്തി. പക്ഷേ ആരുടെയും മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്തതിനാൽ പറയാനാകാതെ അയാൾ ആ ദിവസം തിരികെ പോന്നു. എന്നാൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പട്ടണത്തിൽ പോയി അദ്ദേഹം ആദ്യം കണ്ട ആളോട് കൈ കൊടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞു, ഞാനൊരു ഭീരുവാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കൈ കൊടുക്കുമ്പോൾ അദ്ദേഹം മുഖത്ത് നോക്കാതെയാണ് സംസാരിച്ചത്. എന്നാൽ അദ്ദേഹം വീണ്ടും മുന്നിൽ വന്നവരോടെല്ലാം ഇങ്ങനെ പറയുകയാണ്, കൈ കൊടുത്തുകൊണ്ട് ഞാനൊരു ഭീരുവാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവസാനം 20ാമത്തെ ആളിലേക്ക് എത്തിയപ്പോഴേക്ക് അദ്ദേഹം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി നേടി. പിന്നീട് അദ്ദേഹം മുന്നിൽ കണ്ടവരോടെല്ലാം മുഖത്ത് നോക്കി കൊണ്ട് തന്നെ താനൊരു ഭീരുവാണ് എന്ന് പറഞ്ഞു. ഇതിനുശേഷം അയാൾ ഗുരുവിന് മുന്നിലെത്തി പറഞ്ഞു, ഗുരുവേ, എനിക്കിപ്പോൾ ആരുടെയും മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഭയമില്ല. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അയാളോട് പറഞ്ഞു, കാര്യം വളരെ ലളിതമാണ്. എപ്പോൾ മുതലാണ് നീ ഭീരുവാണെന്ന് അംഗീകരിച്ചത്, അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, ആ നിമിഷം മുതൽ അത് പരിഹരിക്കാനുള്ള കഴിവ് നീ ആർജിച്ചു തുടങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭയത്തെ അതിജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഭയത്തെ തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമതായി ആ ഭയത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാവുക എന്നതാണ്. പ്രശ്നങ്ങളെ നേരിടാതെ ഭയം ഇല്ലാതെയാക്കാനാകില്ല. ഭയത്തെ കീഴടക്കി വിജയിച്ചവരോട് സംസാരിക്കുക. ഇങ്ങനെ സ്വയം തിരിച്ചറിവ് നേടിയാൽ ഭയത്തെ മറികടക്കാനും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും കഴിയും.